ആക്ച്വലി ഇന്ന് ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂർ കൊണ്ട് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ IP ഇന്ത്യ വെബ്സൈറ്റിൽ വിസിബിൾ ആവും. ഒരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലയളവ് കൊണ്ട് ഈ അപ്ലിക്കേഷൻ അപ്രൂവൽ വരും, എന്തൊക്കെയാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ്, ഇതിനെ പറ്റിയൊന്നും പല ക്ലയൻസും അവെയർ അല്ല. നമ്മൾ പല ക്ലയൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതൊരു GST രജിസ്ട്രേഷൻ പോലെയുള്ള പ്രൊസീജിയർ ആണ്. നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു, ഒരു 4-5 ദിവസം കൊണ്ട് അപ്രൂവൽ വരും. ഇങ്ങനെയാണ് പല ആളുകളും ഇതിനെപ്പറ്റി തിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആക്ച്വലി ഇന്ന് ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂർ കൊണ്ട് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ IP ഇന്ത്യ വെബ്സൈറ്റിൽ വിസിബിൾ ആവും. ഈ വിസിബിൾ ആവുന്ന സമയം തൊട്ടിട്ട് നമുക്ക് ലോഗോന്റെ മുകളിൽ TM യൂസ് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ഒരു അപ്ലിക്കേഷൻ അപ്രൂവൽ വരാൻ എടുക്കുന്ന ടൈം പീരീഡ് 8 മാസം തൊട്ട് 1.5 കൊല്ലമാണ്. അപ്ലിക്കേഷൻ വൺസ് അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോഗോന്റെ മുകളിൽ രജിസ്റ്റേർഡ് R യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ 10 വർഷത്തേക്കാണ് ഒരു അപ്ലിക്കേഷൻ അപ്രൂവൽ വരിക. 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 10 വർഷത്തേക്ക് നമ്മൾ ഈ സെയിം അപ്ലിക്കേഷൻ റിന്യൂ ചെയ്യണം. ഇങ്ങനെയാണ് ട്രേഡ് മാർക്ക് അപ്ലിക്കേഷന്റെ പ്രോസസ്സ് ഇന്ത്യയിൽ ഇന്ന് നടക്കുന്നത്. പിന്നെ നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കും. നമുക്ക് ശേഷം വേറെ ഒരാൾ ആ സെയിം ലോഗോയിൽ അപ്ലിക്കേഷൻ അല്ലെ സെയിം നെയിമിൽ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെതിരെ ലീഗൽ ആയിട്ട് കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്യാനൊക്കെ പറ്റും.